മുഖത്ത് അനാവശ്യമായിട്ടുണ്ടാകുന്ന ഓയിലിനെസ്, അതുപോലെ ചെറിയ ബംസ്, കുരുക്കൾ ഇതൊക്കെ മാറ്റാനായിട്ട് മാത്രമല്ല സ്കിൻ നന്നായിട്ട് ബ്രൈറ്റൻ ചെയ്യാനും ഡീപ്പായിട്ട് ക്ലീൻ ചെയ്യാനും പറ്റുന്നതാണ് ഈ ഒരു നീം ഫേസ് പാക്ക്. ഇത് സിമ്പിളാണ്, പക്ഷെ ഭയങ്കര അടിപൊളിയായിട്ട് നമുക്ക് റിസൾട്ട് തരുന്ന ഒന്നാണ്. അതുമാത്രമല്ല, നിങ്ങൾക്കിപ്പം നിറയെ മുഖക്കുരു ഉണ്ടെങ്കിൽ നിങ്ങളിത് യൂസ് ചെയ്താൽ നല്ല രീതിയിലൊരു മാറ്റം അറിയാനായിട്ട് പറ്റും. അപ്പോൾ ഇതെങ്ങനെയാണ് യൂസ് ആക്കേണ്ടത്, ആർക്കൊക്കെ എങ്ങനെയൊക്കെ യൂസ് ചെയ്താലാണ് മാക്സിമം റിസൾട്ട് കിട്ടുക എന്നൊക്കെ ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ട്. സോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണാം. എല്ലാവരും തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കൂടെ ചെയ്യുക. എന്നെ ആരെങ്കിലും ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ഫാമിലി. സ്കിൻ ഒരു ഫേഷ്യൽ ചെയ്ത റിസൾട്ടൊക്കെ കിട്ടാനായിട്ട് ഒരുപാട് സ്റ്റെപ്സ് ഒന്നും ചെയ്യാൻ താല്പര്യമില്ലാത്തവർക്ക് ഈ ഒരൊറ്റ ഫേസ് പാക്ക് മാത്രം യൂസ് ചെയ്താൽ മതി. ശരിക്കും നല്ല ഡീപ്പായിട്ട് സ്കിൻ ക്ലീൻ ചെയ്ത ആ ഒരു റിസൾട്ട് തന്നെ നമുക്ക് കിട്ടും. മുടിയൊക്കെ ഒന്ന് കെട്ടിവെച്ച് മുഖമൊക്കെ നന്നായി കഴുകിയതിന് ശേഷമാണ് നമ്മൾ ഈ ഒരു ഫേസ് പാക്ക് മുഖത്തോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഫസ്റ്റ് തന്നെ ഇത് പ്രിപ്പയർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നീം ഉണ്ടെന്ന് അറിയാം, പക്ഷേ ഇനി അതിൻ്റെ ഒപ്പം നമ്മൾ എന്തൊക്കെയാണ് ചേർക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ ഞാനിവിടെ ആഡ് ചെയ്യുന്നത് കടലമാവാണ്. നമ്മൾ ബജ്ജിയൊക്കെ ഉണ്ടാക്കുന്ന കടലപ്പൊടി ഉണ്ടല്ലോ, അത് തന്നെയാണ് ബേസൻ. നമുക്ക് ഈസി ആയിട്ട് ലോക്കൽ സൂപ്പർ മാർക്കറ്റിലെല്ലാം മേടിക്കാൻ കിട്ടുന്ന ഒരു ഐറ്റമാണ്. നന്നായിട്ട് നമ്മുടെ സ്കിന്ന് ബ്രൈറ്റ് ആവാനും ഗ്ലോ ആകാനും നന്നായിട്ട് സോഫ്റ്റ് ആക്കാനും സഹായിക്കുന്നതാണ്. സൺ ടാൻ ഉണ്ടെങ്കിൽ അതൊക്കെ റിമൂവ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യും. ഒപ്പം ഞാനിവിടെ നീം പൗഡർ ഓൾസോ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഇതിന് പകരമായിട്ട് ആര്യവേപ്പിൻ്റെ ഇല എടുത്ത് പൊടിച്ചിട്ട് യൂസ് ആക്കാം, അല്ലെങ്കിൽ അത് അരച്ചെടുത്തിട്ട് അങ്ങനെയും ആ ഒരു പൾപ്പായിട്ട് പ്യൂരി ആയിട്ടോ യൂസ് ആക്കാം. നല്ല രീതിയിൽ വ്യത്യാസം അറിയാനായിട്ട് പറ്റും. ഞാനിവിടെ ഈ ഒരു ബ്രാൻഡാണ് യൂസ് ചെയ്തത്. ഞാൻ നിങ്ങൾക്ക് ഉറപ്പായിട്ടും പ്രോഡക്റ്റിൻ്റെ ലിങ്ക് ടാഗ് ചെയ്ത് കൊടുത്തിട്ടുണ്ടാവാം. ഞാനിത് തൈര് യൂസ് ചെയ്താണ് മിക്സ് ചെയ്യുന്നത്. തൈര് നമുക്ക് നന്നായിട്ട് സ്കിൻ ബ്രൈറ്റ് ആവാനും ഗ്ലോ ആകാനും സഹായിക്കും. നെറ്റിയിലൊക്കെ ചെറിയ ചെറിയ തരി പോലത്തെ മുഖക്കുരു വരുന്നുണ്ടെങ്കിൽ അതൊക്കെ മാറാനും സഹായിക്കുന്നതാണ്. നല്ല ഫൈനായിട്ടുള്ള പൊടി ആയതുകൊണ്ട് തന്നെ കുറച്ചധികം വെള്ളം ചേർത്ത് കൊടുത്താലേ നന്നായിട്ട് മിക്സ് ആക്കാനായിട്ട് പറ്റുണ്ടായിരുന്നുള്ളൂ. ആദ്യം ചേർത്ത് കൊടുത്ത തൈര് ഒന്നും ആയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ കുറച്ചും കൂടെ വെള്ളം ചേർത്താണ് മിക്സ് ചെയ്തത്. കാര്യം നേരത്തെ ആഡ് ചെയ്തത് ഭയങ്കര കട്ടി തൈരാണല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ലൂസായിട്ടുള്ള തൈരുണ്ടെങ്കിൽ അത് തന്നെ യൂസ് ചെയ്ത് മിക്സ് ചെയ്താൽ മതി. അതല്ലെങ്കിൽ കുറച്ച് വെള്ളം കൂടെ നനച്ചിട്ട് മിക്സ് ചെയ്തെടുത്താൽ നല്ല രീതിയിൽ മിക്സ് ആക്കാനായിട്ട് പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കുറേ തൈര് ചേർത്ത് കൊടുക്കേണ്ടി വരും. അങ്ങനെ ഉപയോഗിക്കാൻ താല്പര്യമുള്ളവരാണ്, നിങ്ങളുടെ സ്കിൻ ഓക്കെ ആണെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാം. ചിലർക്ക് ഒരുപാട് തൈര് യൂസ് ആക്കുമ്പോൾ അത്രയ്ക്ക് അങ്ങോട്ട് സെറ്റ് ആവില്ല. അങ്ങനെയാണെങ്കിൽ ഇതുപോലെ ഞാൻ ചെയ്യുന്നത് പോലെ കുറച്ച് തൈരും ബാക്കി വെള്ളവും ചേർത്ത് മിക്സ് ആക്കാം. നല്ല രീതിയിൽ മിക്സാക്കി എടുക്കുക. ശരിക്കും നമുക്ക് കട്ടിയായിട്ടല്ല, നല്ലൊരു അടിപൊളി പേസ്റ്റ് കൺസിസ്റ്റൻസിയിൽ, നല്ല ദോശമാവിൻ്റെ കൺസിസ്റ്റൻസിയിലൊക്കെ തന്നെ വേണം. എന്നാൽ മാത്രമേ സ്കിന്നിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ അടിപൊളിയായിരിക്കുള്ളൂ. ഞാനിപ്പോൾ എടുത്തത് 1 സ്പൂൺ കടലമാവും അതുപോലെ 1 സ്പൂൺ നീം പൗഡറുമാണ്. പക്ഷേ എനിക്ക് തോന്നിയത് നീം പൗഡർ ഞാൻ എടുത്തത് കുറച്ച് കൂടിപ്പോയി എന്നാണ് തോന്നുന്നത്. നിങ്ങൾക്ക് രണ്ടും അര സ്പൂണോ അല്ലെങ്കിൽ രണ്ടും ചെറിയ സ്പൂണിൽ 1 സ്പൂൺ വെച്ചിട്ടോ എടുക്കാം. കാര്യം ഒരൊറ്റ തവണയല്ലേ നമ്മൾ യൂസ് ആക്കുന്നുള്ളൂ. മുഖത്തും കഴുത്തിലും അപ്ലൈ ചെയ്യേണ്ട ക്വാണ്ടിറ്റി മാത്രം എടുത്താൽ മതി. എനിക്കിപ്പോൾ ഇത് കുറച്ച് കൂടുതലാണുള്ളത്. അപ്പോൾ ഇത് ഞാൻ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യേണ്ടി വരും. ബട്ട് ഏറ്റവും നല്ലത് നമ്മൾ ഇൻസ്റ്റൻ്റായിട്ട് അന്നേരം തന്നെ പ്രിപ്പയർ ചെയ്ത് യൂസ് ആക്കുന്നതാണ്. ഇനി നിങ്ങൾ ആര്യവേപ്പിൻ്റെ ഇല അരച്ചിട്ടാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. പക്ഷേ ആ സമയത്ത് നിങ്ങൾക്ക് തൈര് വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ കട്ട തൈര് തന്നെ ആഡ് ചെയ്ത് കൊടുക്കാം. കാര്യം അത് ഓൾറെഡി നന്നായിട്ട് വെള്ളം പോലെ ആയിരിക്കുമല്ലോ. എന്നിട്ട് ആവശ്യത്തിന് കടലമാവ് കൂടുതൽ ചേർത്ത് നല്ലൊരു പേസ്റ്റാക്കി മിക്സ് ചെയ്യുക. ഒരുപാട് വെള്ളം അരയ്ക്കുന്ന സമയത്ത് ചേർത്ത് കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത്. ആവശ്യത്തിന് വെള്ളം മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ആര്യവേപ്പിൻ്റെ ഇല അരയ്ക്കുമ്പം എനിക്കുണ്ടായിട്ടുള്ള ഒരു അനുഭവം എന്താ വെച്ചാൽ, ഇതിൽ അത്യാവശ്യം നല്ല രീതിയിൽ വെള്ളം ചേർത്ത് കൊടുത്താൽ മാത്രമേ നന്നായിട്ട് അരഞ്ഞ് കിട്ടണുണ്ടായിരുന്നുള്ളൂ. തലയിലൊക്കെ യൂസ് ആക്കാനായിട്ട് അരയ്ക്കാറില്ലേ നമ്മൾ, താരനൊക്കെ മാറാനായിട്ട്? ആ സമയത്തുള്ള എക്സ്പീരിയൻസ് ആണ്. മുഖത്തും അടിപൊളിയായിട്ട് തന്നെ വർക്ക് ആവുന്നതാണ്. താരനൊക്കെ വീണിട്ട് ഉള്ള മുഖക്കുരൊക്കെ ആണെങ്കിലുണ്ടല്ലോ, അതൊക്കെ മാറാനും സഹായിക്കും. തലയിലും നമുക്ക് യൂസ് ആക്കാം. ഈ സെയിം പാക്ക് തന്നെ നമുക്ക് തലയിലും യൂസ് ആക്കാം. ഹെയർ പാക്കായിട്ട് കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി പ്രിപ്പയർ ചെയ്ത് യൂസ് ആക്കിയാൽ മതി. നല്ല രീതിയിൽ താരനൊക്കെ മാറാനായിട്ട് സഹായിക്കും. ഇനി നന്നായിട്ട് ക്ലീൻ ചെയ്ത മുഖത്ത് ഈ ഒരു ഫേസ് പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ പ്രധാന ലക്ഷ്യം. അപ്പോൾ ഇത് ഫേസിലോട്ട് കൈവച്ചോ ബ്രഷ് വെച്ചിട്ടോ എന്താ വെച്ചാൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഓൾറെഡി നന്നായിട്ട് ക്ലീൻ ആയിട്ടുള്ള ഫേസ് ആണെന്ന് ഉറപ്പ് വരുത്തുക. വേറെ ഒന്നും ചെയ്യേണ്ട. ജസ്റ്റ് ഇത് കുറച്ച് തിക്കായിട്ട് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നാൽ മാത്രമായിരിക്കും ഇത് കുറച്ച് നേരം അങ്ങനെ ഇരിക്കുകയുള്ളൂ. എന്നിട്ട് നമുക്കിത് വാഷ് ചെയ്യുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ നല്ല രീതിയിൽ റിസൾട്ട് കിട്ടുന്നത്.
വളരെ തിന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്താൽ പെട്ടെന്ന് ഡ്രൈ ആയി പോകും. അങ്ങനെ ഡ്രൈ ആയി പോയി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, നമുക്ക് നമ്മുടെ സ്കിന്നിലുള്ള മോയ്സ്ചറൈസേഷൻ ഈ പാക്ക് വലിച്ചെടുക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഗുണത്തെക്കാളും ദോഷമായിരിക്കും സംഭവിക്കുക. അതുകൊണ്ട് പ്രോപ്പറായിട്ട് യൂസ് ആക്കുക, നല്ല രീതിയിൽ തന്നെ യൂസ് ആക്കിയാൽ മാത്രമാണ് അടിപൊളി റിസൾട്ട് കിട്ടുകയുള്ളൂ. അല്ലാണ്ട് പാക്ക് വർക്ക് ആവാത്തതല്ല, നമ്മൾ യൂസ് ചെയ്യുന്ന രീതി ശരിയല്ലാത്തതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ ഫേസ് പാക്ക് യൂസ് ചെയ്യുമ്പോൾ അതിനനുസരിച്ചിട്ടുള്ള റിസൾട്ട് കിട്ടാത്തത്. ഫേസിലൊരു ചെറിയ നനവുള്ളപ്പം അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കുറേ കൂടെ ബെറ്ററാണ്. ഇത് ഒരു 10-15 മിനിറ്റൊക്കെ സുഖമായിട്ട് ഇങ്ങനെ ഇരിക്കും. അത് കഴിഞ്ഞിട്ട് വാഷ് ചെയ്താൽ മതി. സിമ്പിൾ ആൻഡ് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതാണ്. രാത്രി സമയത്തോ പകൽ സമയത്തോ എപ്പോൾ വേണമെങ്കിലും അപ്ലൈ ചെയ്ത് കൊടുക്കാം. മുഖത്ത് അങ്ങനെ ഒരു ഓയിലിനെസ്സോ അതല്ലെങ്കിൽ ഒരു മഞ്ഞറ്റിൻ്റോ ഒന്നും ഉണ്ടാക്കാനായിട്ട് ഇത് കാരണമാവില്ല. ഈ ഒരു ഫേസ് പാക്ക് യൂസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് നന്നായിട്ട് സ്കിൻ ക്ലീൻ ആയതായിട്ടും നല്ലൊരു ബ്രൈറ്റ്നസ് കിട്ടിയതായിട്ട് മാത്രമേ തോന്നുള്ളൂ. അതുകൊണ്ട് ഇത് പകലോ രാത്രിയോ എപ്പോൾ വേണമെങ്കിലും യൂസ് ആക്കാം. പിന്നെ തൈര് പകൽ യൂസ് ആക്കുന്നത് നിങ്ങൾക്ക് സെറ്റ് ആവില്ല എന്നുണ്ടെങ്കിൽ റോസ് വാട്ടറിൽ മിക്സ് ആക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് അലോവേര ജെൽ ഇട്ടില്ലേ അതിൽ മിക്സ് ആക്കാവുന്നതാണ്. വീട്ടിൽ നിന്ന് എടുക്കുന്ന അലോവേര ജെല്ലാണെങ്കിൽ കുറേ കൂടെ നല്ലതാണ്. ഇനി പാക്കറിലുള്ളതാണെങ്കിൽ അതും യൂസ് ആക്കാം. ഈ ഒരു പാക്കൊക്കെ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ മേ ബി നമ്മുടെ സ്കിന്നിന് ചെറിയൊരു ഡ്രൈനെസ് തോന്നുന്നതായിട്ട് നമുക്ക് ഫീൽ ആകും. അപ്പോൾ ആ ഒരു ടൈം അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് തൈര് അല്ലെങ്കിൽ പാല് വളരെ കുറച്ച് ക്വാണ്ടിറ്റിയെങ്കിലും ചേർത്ത് കൊടുക്കാനായിട്ട് പറയുന്നത്. ഓയിലി സ്കിൻ ആരാണ് ഇത് നിങ്ങൾക്ക് സെറ്റ് ആവില്ല എന്നാണെങ്കിൽ കംപ്ലീറ്റ്ലി സ്കിപ്പ് ചെയ്തിട്ട് റോസ് വാട്ടർ, അലോവേര ജെൽ ഇതിലേതിലെങ്കിലും മിക്സ് ആക്കുന്നതായിരിക്കും നല്ലത്. ഫേസിൽ മുഴുവനായിട്ട് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നീമിൽ ഒരുപാട് ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടീസ് ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്ന് ഇതിലും ബെറ്ററായിട്ടൊന്നുമില്ല ചെയ്യാനായിട്ട്, അത്രയും അടിപൊളിയാണ്. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും അലർജിക് റിയാക്ഷൻസോ അല്ലെങ്കിൽ സെറ്റ് ആവുന്നില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി സ്കിപ്പ് ചെയ്യുക. നിങ്ങളിത് യൂസ് ചെയ്യേണ്ട കാര്യമില്ല. പക്ഷേ നിങ്ങൾക്ക് സെറ്റ് ആവുന്നുണ്ട്, നന്നായിട്ട് മാറ്റം അറിയാൻ പറ്റുന്നുണ്ടെങ്കിൽ ഉറപ്പായും യൂസ് ആക്കുക. ഒരു 10-15 മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് ഞാനത് വാഷ് ചെയ്തിട്ട് വരാം. സ്ക്രബൊന്നും ചെയ്യേണ്ട, ഭയങ്കര സോഫ്റ്റാണ്. അതുകൊണ്ട് ചെറിയൊരു മസാജ് കൊടുത്തിട്ട് അതങ്ങ് വാഷ് ചെയ്താൽ മതി. തണുത്ത വെള്ളത്തിലോ ചൂടുവെള്ളത്തിലോ നിങ്ങൾക്ക് വാഷ് ചെയ്യാം. അതൊക്കെ അവരവരുടെ ഇഷ്ടം. നിങ്ങളുടെ സ്കിൻ ടൈപ്പിനനുസരിച്ച് എന്താ വെച്ചാൽ ചെയ്യുക. നല്ല രീതിയിൽ അടിപൊളി ബ്രൈറ്റ് ഗ്ലോയിങ് സ്കിൻ കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സൂപ്പർ പാക്കാണ്. ഞാൻ ഈ പറയുന്ന ഹൈപ്പ് മാത്രമല്ല കേട്ടോ ഇതിനുള്ളത്. ഇത് നിങ്ങൾ ഒറ്റ തവണ യൂസ് ചെയ്താൽ നിങ്ങളിതിൻ്റെ ഫാനായിട്ട് മാറും. അത്രമാത്രം റിസൾട്ട് കിട്ടുന്ന ഒരു പാക്കാണ്. ഇടയ്ക്കിടയ്ക്ക് ഇനി അങ്ങോട്ട് ഞാൻ എൻ്റെ സ്കിൻ കെയറിൽ ഇത് ഉറപ്പായും ട്രൈ ചെയ്യാനാണ് കരുതുന്നത്. നിങ്ങൾ ഒരിക്കലും പുറത്തുനിന്ന് വാങ്ങിയ നീം പൗഡർ തന്നെ യൂസ് ആക്കണം എന്ന് ഞാൻ പറയില്ല. നിങ്ങൾക്ക് വീട്ടിൽ തന്നെ അത് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ അങ്ങനെ ചെയ്യുക. അല്ലെങ്കിൽ ആര്യവേപ്പിൻ്റെ ഇല എടുത്തിട്ട് അരച്ച് ഫ്രീസറിലോ ഫ്രിഡ്ജിലോ സ്റ്റോർ ചെയ്താൽ 1 വീക്ക് വരെ നമുക്കത് യൂസ് ആക്കാൻ പറ്റും. ആഴ്ചയിൽ ഒരു 5 ദിവസമൊക്കെ യൂസ് ചെയ്യുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. എല്ലാ ദിവസവും യൂസ് ചെയ്യേണ്ട കാര്യമില്ല കേട്ടോ. 3 മുതൽ 5 ദിവസം വരെയൊക്കെ യൂസ് ആക്കാം. അടുത്തായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ അലോവേര ജെല്ലാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. സ്കിൻ സൂട്ടാക്കാനും ബ്രൈറ്റ് ആക്കാനും, സ്പെഷ്യലി ഓയിലി സ്കിൻ, ആക്നെ, പിമ്പിൾസ് ഒക്കെ വരുന്ന സ്കിന്നാണെങ്കിൽ ഭയങ്കര നല്ലതാണ്. നന്നായിട്ട് സ്കിന്നെ ഹീൽ ചെയ്യാനും സുത്തം ചെയ്യാനും ഹെൽപ്പ് ചെയ്യും. ഡ്രൈ സ്കിൻകാരാണെങ്കിൽ നിങ്ങൾക്ക് ചേരുന്ന ഒരു ഫേസ് മോയ്സ്ചറൈസർ യൂസ് ആക്കുക. അപ്പോൾ ഈ ഫേസ് പാക്ക് ഓരോ സ്കിൻ ടൈപ്പാരും എങ്ങനെയാണ് യൂസ് ആക്കേണ്ടതെന്ന് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കേണ്ട അമേസിങ് റിസൾട്ട് കിട്ടുന്ന ഒരു പാക്ക് തന്നെയാണ്. നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. സൂപ്പറായിട്ട് റിസൾട്ട് കിട്ടും. പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. ഭയങ്കര റിലാക്സിങ് ആയിട്ടുള്ളൊരു പാക്കാണ്. നല്ല റിസൾട്ടും കിട്ടുന്നുണ്ട്. ഇത് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്കൊരു റിഫ്രഷ്മെൻ്റ് ഉണ്ട്. ഒരുപാട് വില കൂടിയ സിറംസും അതും ഇതും ഒന്നും യൂസ് ആക്കാനായിട്ട് താല്പര്യമില്ലാത്തവർക്കും സെറ്റ് ആവാത്തവർക്കും ഇത് ട്രൈ ചെയ്ത് നോക്കാം. ഒരിക്കലും ഹോം റെമഡീസിനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. സൂപ്പർ റിസൾട്ട് കിട്ടും. നമ്മുടെ സ്കിന്ന് ചേരുന്നത് തിരഞ്ഞെടുക്കണം എന്ന് മാത്രമേ ഉള്ളൂ. അത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്താൽ നല്ല മാറ്റം അറിയാനും പറ്റും. ഞാൻ ഈ വീഡിയോയിൽ യൂസ് ചെയ്തിട്ടുള്ള എല്ലാ പ്രോഡക്ട്സിൻ്റെ ലിങ്കും ടാഗ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി വീക്ക്ലി വൺസ് ചെയ്യേണ്ട ഒരു അടിപൊളി ഫേഷ്യലിൻ്റെ വീഡിയോ വേണം എന്നാണെങ്കിൽ ഇന്നലത്തെ വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടാവും. തീർച്ചയായിട്ടും കണ്ടു നോക്കുക. സൂപ്പറാണ്. അടിപൊളി റിസൾട്ട് കിട്ടും. കമൻസൊക്കെ കമൻറ്റ് ബോക്സിൽ ഇടുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കണ്ട കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഉടനെ കാണാം. വീഡിയോ റെക്കമെൻഡേഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബും ചെയ്യുക. ബൈ.